കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി അങ്ങ് സ്കോർ ചെയ്ത് വരികയായിരുന്നു. സമസ്തയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് സമസ്തയും ഇടതിനെയും വലതിനെയൊക്കെ തള്ളി പറഞ്ഞ് സ്കോർ ചെയ്ത് വരികയായിരുന്നു. രണ്ട് വള്ളത്തിൽ കാല് വെച്ച് പോകുന്നത് കേട്ടിട്ടുണ്ട്. 3 വള്ളത്തിൽ കാല് വെച്ച് പോകുന്ന ഒരു വെള്ളാപ്പള്ളിയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ സ്വന്തം തട്ടത്തിൽ നിന്ന് തന്നെ അത് വെള്ളാപ്പള്ളിക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ശ്രീനാരായണ സേവാ സംഘമാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങളും ലീഗും സാമൂഹിക നീതിയുടെ കാവൽ ഭടന്മാരെന്നാണ് ശ്രീനാരായണ സേവാ സംഘം പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വർഗീയ വേർതിരിവുകൾ സൃഷ്ടിക്കൽ ലക്ഷ്യമിട്ടെന്നും കടുത്ത ഗുരുനിന്ദയാണെന്നും ശ്രീനാരായണ സേവാ സംഘം പറയുന്നു. സാമൂഹ്യ നീതിയുടെ കാവൽ ഭടന്മാരായി നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും ലീഗിനുമുള്ളതെന്നും സേവാസംഘം ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. മകന് കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് BJP പ്രീണിപ്പിക്കാൻ നടത്തുന്ന കുടിലതന്ത്രങ്ങളുടെ ഭാഗമാണിതെന്നും ആരോപണം അവർ ഉയർത്തിയിരിക്കുകയാണ്. സമുദായത്തിൻ്റെ അന്തകനാണ് വെള്ളാപ്പള്ളിയെന്നും വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ 29 വർഷത്തെ കിരാതവാഴ്ചയിലൂടെ SNDP യോഗത്തിനും SN ട്രസ്റ്റിനും ഉണ്ടായിട്ടുള്ള അപജയവും അധപതനവും വിവരണാതീതമാണെന്നും പറഞ്ഞു. അദ്ദേഹം നടത്തുന്ന പ്രസ്താവന കടുത്ത ഗുരുനിന്ദയും വർഗീയ വേർതിരിവ് സൃഷ്ടിക്കുന്നതാണെന്നും BJPയെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന പ്രസ്താവനകളുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈഴവ സമുദായമാണെന്നും ഇവർ പറയുന്നു. SN ട്രസ്റ്റിൻ്റെ 3 ആശുപത്രികൾ വിറ്റുതുലച്ചു. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളിയെന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ വലയിൽ കുടുങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ വാഴ്ത്തുപാട്ടുകാരായി മാറുകയാണെന്നും പറയുന്നു. കേരളത്തിൽ ജനാധിപത്യമല്ല നടക്കുന്നത്, മതാധിപത്യമാണെന്നും കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്നും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായി ഇവിടെ മാറുമെന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞ കാര്യം 40 വർഷം പോലും വേണ്ടിവരില്ലെന്നും നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ഇതോടെയാണ് വെള്ളാപ്പള്ളിയെ തള്ളി ശ്രീനാരായണ സേവാ സംഘം രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞത് ഈ മുസ്ലിം സമുദായങ്ങളും ക്രിസ്ത്യൻ സമുദായങ്ങളുമാണ് ഇപ്പോൾ അധികാരത്തിൻ്റെ എല്ലാം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. വ്യവസായ രംഗത്ത് മുസ്ലിം സമുദായം നേടിയിട്ടുള്ള പുരോഗതിയെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്തീയ സമുദായം നേടിയെടുക്കുന്ന പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം മറ്റൊന്ന് പറഞ്ഞത് ഈഴവ സമുദായം ഒരു നിർണായക ശക്തിയായി മാറണം, ഏത് രാഷ്ട്രീയ പാർട്ടിയെയും വിലപേശാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നിർണായക ശക്തിയായി ഈഴവ സമുദായം മാറണം. അതായത് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ കോൺഗ്രസിൻ്റെ കുത്തിന് പിടിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കണം. അതല്ല CPM ആണ് വരുന്നതെങ്കിൽ CPMനെയും അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയണമെന്നാണ് പറഞ്ഞത്. BJPയെ മൃദുലമായി തഴുകി വിടുകയാണ് ചെയ്തത്. കാരണം തുഷാർ വെള്ളാപ്പള്ളി BDJS അധ്യക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവഴി BJP വഴി കിട്ടാവുന്ന നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രം അന്വേഷിക്കേണ്ടി വന്നാൽ ED അടക്കം വന്നു കഴിഞ്ഞാൽ അതിനെ തടയിടാനാണെന്നാണ് മറുവിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ എതിരായിട്ടുള്ള പരാമർശം VS അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞ 40 വർഷം കഴിയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി കേരളം മാറുമെന്നുള്ളത്. പക്ഷേ അതിന് വെള്ളാപ്പള്ളിയുടെ ഒരു വിഭാഗം പറയുന്നത് ഇപ്പോഴത്തെ 1ാം ക്ലാസ്സിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ, അതായത് സ്കൂളുകളിലെ 1ാം ക്ലാസ്സിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായത്തിനാണെന്നാണ് അവർ വാദമുയർത്തുന്നത്. അതിൻ്റെ കണക്കുകൾ സഹിതമാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായത്തെ വലിയ വിവാദമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് വന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വെള്ളാപ്പള്ളിയെ ഒറ്റയടിക്ക് വെറുപ്പിക്കാൻ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ കഴിയില്ല. കാരണം വോട്ട് ബാങ്കാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം പണ്ട് മുതലേ ഈഴവ സമുദായം പ്രബുദ്ധമായി CPMന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്, ജാതിമത ഭേദം വ്യത്യാസമില്ലാതെ. പലപ്പോഴും നമുക്കറിയാം, മുസ്ലിങ്ങളാണെങ്കിൽ അവർ ജാതീയമായി വോട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നായേഴ്സ് ജാതീയമായി വോട്ട് ചെയ്യുമ്പോൾ ഈഴവ സമുദായമാണ് പ്രബുദ്ധരായി CPMന് വോട്ട് ചെയ്യുന്നതെന്നായിരുന്നു CPM നേതാക്കൾ കരുതിയിരുന്നത്. പക്ഷേ അതിന് മാറ്റം വന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈഴവ സമുദായം നന്നായിട്ട് മാറിയിട്ടുണ്ട്. കൂടുതൽ പേർ BJPയിലേക്ക് അടുക്കുന്നു, UDFയിലേക്ക് പലരും പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം CPM തിരിച്ചറിഞ്ഞു. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈഴവ സമുദായത്തെ പിണക്കിയാൽ അതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായി. ന്യൂനപക്ഷ പ്രീണനം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷ പ്രീണനം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ SNDPയിലും അതോടൊപ്പം തന്നെ ശിവഗിരിയിലുമൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെടുത്ത് പരിശോധിച്ചാൽ ഈഴവരെ ഒന്ന് തഴുകി വിടുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വെള്ളാപ്പള്ളി നടേശനെതിരായ ഒരു പ്രസ്താവന നടത്തിയാൽ അത് വോട്ട് ബാങ്കാണ്, തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ഇത് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ആരും തിരിയാത്തത്. UDFും അത്തരത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്.
പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിൽ ഒരു വിഭാഗം BDJS എന്ന് പറയുന്ന ഒരു വിഭാഗം ഈഴവ സമുദായത്തിൻ്റെതാണ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ BJPക്ക് ഇവരെ പിണക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും ലക്ഷ്യമിടുന്നത്. അതായത് BDJS വഴി BJPയിൽ നിന്ന് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക, ഈഴവർക്ക് ആവശ്യമായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ LDFിലെയും ഈ പറഞ്ഞതുപോലെ LDFിലും ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിലൊരു ഇതുണ്ടാക്കുക. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിൽ, ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട KPCC പ്രസിഡൻ്റായിരുന്നു K. സുധാകരൻ. അദ്ദേഹത്തെ മാറ്റിയപ്പോൾ സ്വാഭാവികമായി ഈഴവ സമുദായം പാർട്ടിയിൽ നിന്നും അകലും എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അടൂർ പ്രകാശിന് സ്ഥാനം കൊടുത്തത്. അപ്പോൾ അടൂർ പ്രകാശിന് കൊടുത്ത ആ സ്ഥാനം ശരിക്കും ഈഴവ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു ബാലൻസിങ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്കറിയാം. അത് CPMനെ സംബന്ധിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതോടൊപ്പം തന്നെ BJP അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ ഈഴവ സമുദായത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ആക്കി. അതിന് പകരം BDJSൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ബോർഡുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമുദായത്തെ നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട്. വോട്ട് ബാങ്കാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മൂന്ന് മുന്നണികളും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് അത് കൃത്യമായി അറിയാം. ഈ മൂന്ന് പേരും തനിക്കെതിരായി മുന്നോട്ട് വരില്ല എന്ന് വെള്ളാപ്പള്ളിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. പക്ഷേ ഈ പ്രസ്താവന വലിയൊരു തിരിച്ചടിയാണ് മുഴുവൻ ആളുകൾക്കിടയിലും ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രീനാരായണ സേവാ സമിതി ഇത്തരത്തിൽ ശ്രീനാരായണ സേവാ സംഘം ഇത്തരത്തിലൊരു അഭിപ്രായം വന്നത്. പക്ഷേ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ഈ SN ട്രസ്റ്റിൻ്റെ 3 ആശുപത്രികൾ വിറ്റുതൊലിച്ചു. ഇപ്പോൾ കൊല്ലത്തെ ശങ്കേഴ്സ് ആശുപത്രിയുടെ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസ് വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത്തരത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം സമുദായത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള ചില വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ R. ശങ്കറിന് ശേഷം SNDP സമുദായത്തിന് നല്ലൊരു നേതാവില്ലായിരുന്നു. പിന്നീട് വന്നവരൊന്നും അത്ര അദ്ദേഹത്തിൻ്റെ ഈ R. ശങ്കറിനൊപ്പം എത്തിയില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷമാണ് സമുദായത്തിന് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാനും സമുദായത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈഴവ സമുദായത്തിന് ഒരുപാട് ഉണർവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ ഈ സേവാ സംഘം പറയുന്നത്. അതായത് മകന് കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് വേണ്ടി BJPയെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന കുടിലതന്ത്രങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നുണ്ട്. സമുദായത്തിൻ്റെ അന്തകനാണ് വെള്ളാപ്പള്ളി. കഴിഞ്ഞ 29 വർഷത്തിന് കിരാതവാഴ്ചയിലൂടെ SNDP യോഗത്തിനും SN ട്രസ്റ്റിനും ഉണ്ടായിട്ടുള്ള അപജയവും അധപ്പതനവും ഒക്കെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമൂഹിക നീതിയുടെ കാവൽ ഭടന്മാരായി നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും ലീഗിനുമുള്ളത് എന്നും സേവാസംഘം ഭാരവാഹികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വർഗീയ വേർതിരിവ് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടെന്നും കടുത്ത ഗുരുനിന്ദയാണെന്നുമാണ് ഈ സേവാസംഘം പറയുന്നത്. ഏതായാലും ഇതിൻ്റെ മറുപടി വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.